നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇത് ഒറിജിൻ OSനെ പറ്റിയാണ് പറയുന്നത്. അതായത് വിവോ അവരുടെ OS ആയ ഫണ്ടച്ച് OS പുതുക്കിക്കൊണ്ട് അതുമല്ലെങ്കിൽ പരിഷ്കരിച്ചുകൊണ്ട് ഒറിജിൻ OS എന്ന പേരിൽ അവർ ഈ അടുത്തിടെ ലോഞ്ച് ചെയ്യുകയുണ്ടായി. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒറിജിൻ OS അതായത് ഈ ഫണ്ടച്ച് OSൽ നിന്നും ഒറിജിൻ OSലേക്ക് വരുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായത്, അതോടൊപ്പം എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇവർ ഈ ഫണ്ടച്ച് OSനെ പരിഷ്കരിക്കാൻ ഉള്ള കാരണം, ഇതെല്ലാം നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ അതിനെല്ലാം വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വിവോ അവരുടെ ഫണ്ടച്ച് OS പരിഷ്കരിച്ചുകൊണ്ട് ഒറിജിൻ OS ആക്കാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ഫണ്ടച്ച് OSന് അത്രയും വലിയൊരു ആരാധക പിന്തുണ ഇല്ലായിരുന്നു. അതായത് വിവോ ഒരിക്കൽ യൂസ് ചെയ്ത് ഫണ്ടച്ച് OSനെ മനസ്സിലാക്കിയ പലരും വീണ്ടും വിവോ എടുക്കാതെ, അതായത് വിവോ ഫോൺ ഉപയോഗിക്കാതെ അവരുടെ വലിയ കോമ്പറ്റീറ്ററായ ഓപ്പോയുടെ കളർ OS ഇഷ്ടപ്പെട്ടുകൊണ്ട് ഓപ്പോ ഫോണുകൾ എടുക്കാൻ തീരുമാനിക്കുകയുണ്ടായി. അങ്ങനെ കൊണ്ട് തന്നെ വിവോയ്ക്ക് ഒരുപാട് മാർക്കറ്റ് സെയിലുകൾ ഇടിയുന്ന കാരണത്താലാണ് അവർ ഈ ഫണ്ടച്ച് OSനെ മാറ്റി പരീക്ഷിക്കാൻ തീരുമാനിച്ചത്. അതായത് ഫണ്ടച്ച് OSനെക്കാട്ടിലും കളർ OSന് എപ്പോഴും കൂടുതൽ കസ്റ്റമൈസേഷനും സ്മൂത്ത്നെസ്സും ഒക്കെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഫണ്ടച്ച് OSനെ ഒന്ന് മാറ്റി പരീക്ഷിക്കാൻ അല്ലെങ്കിൽ ഫണ്ടച്ച് OSനെ പരിഷ്കരിച്ചുകൊണ്ട് പുതിയതായിട്ട് രൂപകൽപ്പനപ്പെടുത്തിയെടുക്കാൻ അവർ തീരുമാനിച്ചത്. ഇനി ഈ ഒറിജിൻ OSലേക്ക് വരുമ്പോൾ ഇവർ പ്രമുഖ ചൈനീസ് ബ്രാൻഡുകളായ റെഡ്മിയുടെ MIUIയും അതോടൊപ്പം OnePlusന്റെ ഓക്സിജൻ OSും അതിനോടൊപ്പം ആപ്പിളിന്റെ iOSന്റെയും ഈ മൂന്നെണ്ണത്തിന്റെയും കൂടി ഒരു മാതൃക രൂപകൽപ്പന ചെയ്തുകൊണ്ടാണ് അവർ ഈ ഒറിജിൻ OSലേക്ക് എത്തിയത്. അതോടൊപ്പം ഫണ്ടച്ച് OSലെ യൂസ് കാരണം ആളുകൾ അവർക്ക് നഷ്ടപ്പെട്ടവരെ വീണ്ടും ഒരിക്കൽ കൂടി വിവോയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒറിജിൻ OS വഴി പ്രതീക്ഷിക്കുന്നത്. ഈ ഒറിജിൻ OSന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് പറയാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒറിജിൻ OS ലഭിച്ചുകൊണ്ടിരുന്ന ഫോണുകളിലെല്ലാം നമുക്ക് ആൻഡ്രോയിഡ് 11 ബേസ്ഡ് ആയിരിക്കും. അതായത് നമുക്ക് ഒറിജിൻ OS നമുക്ക് ആൻഡ്രോയിഡ് 10 9 ഒന്നും ലഭിക്കുന്നില്ല. അതായത് ഡയറക്റ്റ് ആൻഡ്രോയിഡ് 11 ബേസ്ഡ് ആയിരിക്കും ഈ ഒറിജിൻ OS വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്ത പ്രത്യേകത എന്തെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒറിജിൻ OSൽ നമുക്ക് പുതിയൊരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത്. അതോടൊപ്പം നമുക്ക് ഇതിൽ ഗ്രിഡ് ലൈക്ക് ഡിസൈൻ ആയിരിക്കും ലഭിക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് നാനോ അലേർട്ട് തുടങ്ങിയ ഫീച്ചറും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഒറിജിൻ OSൽ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻ അലേർട്ടിൽ നമുക്ക് ഡൈനാമിക് ഫീച്ചറും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൽ ഏകദേശം 26 ജെസ്റ്റേഴ്സും നമുക്ക് ഈ ഒറിജിൻ OSൽ ലഭിക്കുന്നുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്തെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മൊബൈൽ പേയ്മെന്റ് എല്ലാമായിട്ട് നമുക്കൊരു സൂപ്പർ കാർഡ് ഫീച്ചർ നമുക്ക് ഈ ഒറിജിൻ OSൽ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ വിഡ്ജറ്റ്സുകളെല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഒറിജിൻ OSൽ ലഭിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ഹോം സ്ക്രീനിൽ വന്നിരിക്കുന്ന വലിയൊരു ഇംപ്രൂവ്മെന്റ് എന്തെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒറിജിൻ OSൽ നമുക്ക് ബിഹേവിയറൽ വാൾപേപ്പർ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ലഭിക്കുന്നുണ്ട്. അത് കാരണം തന്നെ നമ്മുടെ വെതർ കണ്ടീഷൻ എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും നമ്മുടെ വാൾപേപ്പർ ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതായത് വെയിലുള്ള സമയത്ത് ഒരു പ്രത്യേക വാൾപേപ്പർ ആയിരിക്കും, അതുപോലെ മഴയുണ്ടെങ്കിൽ വേറൊരു വാൾപേപ്പർ ആയിരിക്കും. അങ്ങനെ ബിഹേവിയറൽ വാൾപേപ്പർ എന്ന് പറയുന്ന ഒരു ഫീച്ചർ നമുക്ക് ഈ ഒറിജിൻ OSൽ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് ഇതിൽ വളരെ സ്മൂത്തറും ഫാസ്റ്ററും അതോടൊപ്പം ക്ലീനറുമായിട്ടുള്ള ഒരു OS ആയിരിക്കും ലഭിക്കുന്നത് എന്ന് വിവോ ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഇനി ക്യാമറയിൽ വന്നൊരു മാറ്റം എന്തെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒറിജിൻ OSൽ നമുക്ക് ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്യാതെ തന്നെ നമ്മൾ ഏത് ലെൻസ് വെച്ചാണ് നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടത് നമുക്ക് ഡിസൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് അതോടൊപ്പം നമുക്ക് ഈ ഒറിജിൻ OSൽ നമുക്ക് മൾട്ടി ടർബോ 5.0 എന്ന് പറയുന്നൊരു ഫീച്ചർ ലഭിക്കുന്നുണ്ട്. ആ കാരണത്താൽ തന്നെ നമുക്ക് മെമ്മറിയൊക്കെ വളരെ നല്ലതായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും വളരെ അധികമായിട്ടുള്ള ഫീച്ചറുകളെല്ലാം നമുക്ക് ഈ ഒറിജിൻ OSൽ ലഭിക്കുന്നത് കൊണ്ട് ഫണ്ടച്ച് OSന് നല്ലൊരു അപ്ഗ്രേഡ് ആയിരിക്കും ഈ ഒറിജിൻ OS എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതോടൊപ്പം നവംബർ 19 ഈ ഒറിജിൻ OS വിവോ ഒഫീഷ്യലായിട്ട് ചൈനയിൽ ലോഞ്ച് ചെയ്തത്. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ, അതായത് 2020 അവസാനമോ അല്ലെങ്കിൽ 2021 ആദ്യമോ നമുക്ക് ഈ ഇന്ത്യയിലുള്ള എല്ലാ ഫോണുകളിലും നമുക്ക് ഈ ഒറിജിൻ OS ലഭ്യമായി തുടങ്ങുന്നതായിരിക്കും. ഇപ്പോൾ വിവോ പറഞ്ഞ പ്രകാരം വിവോ X സീരീസിലുള്ള ഫോണുകളിലായിരിക്കും ഈ ഒറിജിൻ OS ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ വരാൻ സാധ്യതയുള്ളത്. ഇനി ഉടൻ തന്നെ ഈ ഒറിജിൻ OS അപ്ഗ്രേഡ് വഴി വരാൻ സാധ്യതയുള്ള ഫോണുകളുടെ ഒരു ലിസ്റ്റ് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും ചൈനയിലായിരിക്കും വരുന്നത്. അതിനുശേഷമായിരിക്കും ഈ ഫോണുകളിലെല്ലാം നമുക്ക് ഇന്ത്യയിൽ ഈ ഒറിജിൻ OS ലഭ്യമായി തുടങ്ങുന്നത്. അതായത് വിവോയുടെ വിവോ X50, X50 Pro, S7, പിന്നെ iQ5 Pro, iQ3, X30, X30 Pro, Nex 3, Nex 3s, പിന്നെ Z സീരീസിൽ Z5, Z6 ഇങ്ങനെയുള്ള ഫോണുകളിലൊക്കെ ആയിരിക്കും നമുക്ക് ഉടൻ തന്നെ ഒറിജിൻ OS ലഭ്യമായി തുടങ്ങുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അതായത് വിവോയുടെ ഫണ്ടച്ച് OSൽ നിന്ന് ഒറിജിൻ OSലേക്കുള്ള മാറ്റം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല മാറ്റമാണോ അതോ മോശമാണോ, അത് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണല്ലോ നിങ്ങൾക്ക് അത് കമന്റ് ബോക്സിൽ തന്നെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നത് വരെ